അദ്ദേഹം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് അഖിലേന്ത്യാ പ്രസിഡന്റുമായി കാണാനും പല കാര്യങ്ങൾ സംസാരിക്കാനും തികച്ചും സൗഹൃദ സന്ദർശനം നടത്താനുമുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമാണ്. അതിൽ മറ്റൊന്നും പൊതുവായിട്ടില്ല എന്ന് മാത്രമല്ല, 2 മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ശരത് പവാർ ഞങ്ങളെ 3 പേരെയും വിളിപ്പിച്ചിരുന്നു, 2 MLA-മാരെയും സംസ്ഥാനത്ത്. അന്ന് അത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശയവിനിമയം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ CPM കേന്ദ്ര നേതാക്കളോട് ആശയവിനിമയം നടത്താമെന്ന് പവാർജി അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. നമസ്കാരം. നാം ഇപ്പോൾ കണ്ടത് നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ്റെ ഒരു പത്രസമ്മേളനമാണ്. ഇത് ഞാനൊരു 2 മിനിറ്റോ 3 മിനിറ്റോ നമ്മുടെ ഈ വീഡിയോയിൽ ശശീന്ദ്രൻ്റെ ആ ഒരു സ്പീച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നാം ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, ശശീന്ദ്രൻ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. നിരവധി കുറിക്കുകൊള്ളുന്ന മാധ്യമ ചോദ്യങ്ങൾക്ക് മുന്നിലും ശശീന്ദ്രൻ വ്യക്തമായി രാഷ്ട്രീയം പറയുന്ന ആളാണ്. AK ശശീന്ദ്രൻ എന്ന രാഷ്ട്രീയം പറയുന്ന ആളിനെ പിണറായി വിജയന് ഇഷ്ടമാണ്, LDFന് ഇഷ്ടമാണ്, CPM-കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എലത്തൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ശശീന്ദ്രൻ ജയിക്കുന്നത്. അപ്പോൾ ശശീന്ദ്രൻ ഇതിലൊരു നമ്മുടെ ഈ വീഡിയോയിൽ ഒരു മുഖ്യ കഥാപാത്രമാണ്. എന്തുകൊണ്ട് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുന്നില്ല എന്ന് ചോദിച്ചാൽ, ശശീന്ദ്രനെ ഏൽപ്പിച്ച മന്ത്രിപ്പണി ശശീന്ദ്രൻ 2 ടേമിലും നന്നായി ചെയ്യുന്നു എന്ന് പിണറായിക്കും CPM-നും ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായിയും CPM-ഉം ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കൂടെ നിൽക്കാത്തത്. അപ്പോൾ ചോദിക്കും, തോമസ് കെ ചാണ്ടിക്ക് മന്ത്രിയാകണമെന്ന് പറഞ്ഞ അവരുടെ മുന്നണി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണ്ടേ ശശീന്ദ്രൻ മാറണ്ടേ എന്ന്. ശശീന്ദ്രൻ മാറിയാൽ ഒരു വേള തോമസ് മന്ത്രി പോലും ആകില്ല. ഈ മന്ത്രിപദം പോലും NCPക്ക് കൊടുക്കാതിരിക്കാനുള്ള കളി CPM കളിക്കും. അതാണ് CPM എന്ന പാർട്ടി എന്ന് ശശീന്ദ്രനെ ഒക്കെ തിരുത്തിയിരിക്കുന്ന CPM-നെ കുറിച്ച് ശശീന്ദ്രൻ അറിയാം. അതൊരു ഉപമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ശശീന്ദ്രൻ എന്ന കുഞ്ഞുകുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് CPM മടിയിലിരുത്തിയിരിക്കുകയാണെങ്കിലും ഈ അമ്മയെ, CPM എന്ന് പറയുന്ന അമ്മയെ ഒക്കത്തിരിക്കുന്ന ഈ കുഞ്ഞിനറിയാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ ശശീന്ദ്രൻ പറയുന്നത്, എന്നോട് പാർട്ടി പറയട്ടെ, ഞാൻ മാറിക്കൊടുക്കാം. ഈ മന്ത്രിപ്പണി എന്ന് പറയുന്നത് ഒരു തമാശക്കളിയാണ് എന്ന് നമുക്ക് ധരിക്കേണ്ട കാര്യമില്ല. അയാൾ മാറട്ടെ, എനിക്ക് മന്ത്രിയാവണം, ഈ കൊച്ചു പിള്ളേർ എനിക്ക് അവൻ കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും രാഷ്ട്രീയം പറയുന്ന വളരെ പക്വതയുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ ഓരോ ചേഷ്ട കാണിക്കുമ്പോൾ സമൂഹത്തിന് തികഞ്ഞ അവജ്ഞയാണ് തോന്നുന്നത്. കാര്യം തോമസ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ PC ചാക്കോ എന്ന NCPയുടെ തലപ്പത്ത് വന്നിരിക്കുന്ന, PC ചാക്കോയുടെ ചരിത്രമൊന്നും ഞാനായിട്ട് രാഷ്ട്രീയം അറിയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ എങ്ങും എത്താതെ പോയ, ക്ലച്ച് കിട്ടാത്ത, ഒരിടത്തും എത്താത്ത കയ്യിരിപ്പുണ്ട് ഇങ്ങനെ ആയിപ്പോ ഒരു നേതാവാണ് ആര്? ഈ PC ചാക്കോ. ഈ PC ചാക്കോ എന്ന് ഈ പറയുന്ന NCPയുടെ തലപ്പത്തേക്ക് വന്നോ അന്ന് മുതൽ ഈ പാവം പിടിച്ച കുറെ NCPക്കാര് ഈ കേരള ഘടകത്തിന് തലവേദന ഉണ്ടായി തുടങ്ങി എന്ന് തന്നെ പറയാം. ഈ തോമസിന് 1 കൊല്ലത്തേക്ക് മന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിലൊന്നും പെടാതെ ആന്റണി രാജുവിന്റെ വക ഒരു കഥ, അത് കഥയാണോ അതേ ഇനി തോമസ് കോവൂർ കുഞ്ഞുമോനും മറ്റുമൊക്കെ അവിടെ നിയമസഭയിൽ വെച്ച് ഈ പറയുന്ന പോലെ ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനും ഈ തോമസ് കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് ഈ ശരത് പവാറിന്റെ NCP എന്ന് പറയുന്ന 2 കീറാണല്ലോ. മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ മരുമകന്റെ അജിത് പവാറിന്റെ ഒരു കീറും ഇവിടുത്തെ ഈ ശരത് പവാറിന്റെ വേറൊരു കീറും. അപ്പൊ ശരത് പവാറിനേക്കാളും ഇപ്പൊ ശക്തി അജിത് പവാറിനാണ്. അങ്ങനെ ആ അജിത് പവാർ എന്ന് പറയുന്ന BJPക്കൊപ്പം നിൽക്കുന്ന നേതാവാണ്. അപ്പൊ നിയമസഭയിൽ ഈ കഴിഞ്ഞ 1-2 നമ്മുടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുമ്പും അല്ലാതെ നിയമസഭയിൽ കുറെ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നതിന് ശേഷം ഒരു വലിയ ഭൂകമ്പം മുഖ്യമന്ത്രിയായി തന്നെ പുറത്തുവിട്ടിരുന്നു. ഇങ്ങനെ ഈ കോവൂർ കുഞ്ഞുമോനൊക്കെ കോഴ വെച്ച് നീട്ടി തോമസ് എന്ന് പറഞ്ഞു. പക്ഷെ പാവം കോവൂർ കുഞ്ഞുമോനൊന്നും ഇതിൽപ്പെട്ട ഒരാളൊന്നും അല്ല. ഈ കഥ എന്ന് പറയുന്ന ആന്റണി രാജു ഉണ്ടാക്കിയതുകൊണ്ടേ അദ്ദേഹം വക്കീലായിരുന്നപ്പോൾ ഈ അടിവസ്ത്രം മാറ്റി വേറൊരു അടിവസ്ത്രം വെച്ച് ചെയ്ത പണിയൊക്കെ ആയതുകൊണ്ട് CPM-മാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് തോമസ്
തനിക്ക് മന്ത്രിയാവാനായി അജിത് പവാർ പക്ഷത്തിനൊപ്പം നിന്ന്, അതായത് കേരളത്തിൽ ഇപ്പോൾ CPM-ഉം BJP-യും പിന്നെ KJP-യും CPM ഇപ്പോൾ ഒരേപോലെ ആണെന്നൊക്കെയാണ് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ അജിത് പവാർ പക്ഷത്തിന്റെ വക്താവായി തോമസ് കെ തോമസ് ഇവരെയൊക്കെ കൈക്കൂലി കൊടുത്ത് തന്നെ മന്ത്രിയാക്കാൻ പറഞ്ഞോ എന്ന് പോലും ഇപ്പോൾ രാഷ്ട്രീയ കേരളം സംശയിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തോമസ് കെ തോമസ്, താങ്കൾക്ക് മന്ത്രിയാകണമെന്ന് പറയുമ്പോൾ ഡൽഹിയിൽ ശരത് പവാർ എന്ന കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അത്ര കണ്ട് മനസ്സിലാക്കാത്ത നിങ്ങളുടെ നേതാവിൻ്റെ അടുത്തേക്ക് പോയി തനിക്ക് മന്ത്രിയാകണമെന്ന് പറയുന്ന ആ ചർച്ചയിൽ ശശീന്ദ്രനെ ഉൾപ്പെടുത്തിയില്ല. അതിലായിരിക്കാം ശശീന്ദ്രന് ഒരു കർവുണ്ട്. അപ്പോൾ ശശീന്ദ്രൻ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകകണ്ഠേന തീരുമാനമെടുക്കാം. പ്രകാശ് കാരാട്ടിനെ പോലെ CPM-ന്റെ ഒരു വ്യക്തിയെ എന്താ പിണറായി വിജയനെ പകരമായിട്ടായിരിക്കുമോ ഈ പറയുന്ന പ്രകാശ് കാരാട്ടിനെ? ഇപ്പോൾ അദ്ദേഹം കോർഡിനേറ്ററാണ്, CPM-ന്റെ കോർഡിനേറ്ററാണ്, ജനറൽ സെക്രട്ടറി അല്ല. അപ്പോൾ ഒരു വേള അദ്ദേഹത്തിനെ കൊണ്ടിരുന്ന് ചർച്ച നടത്തുമ്പോഴത്തേക്ക് പിണറായി സംസാരിക്കുന്നു എന്നാണോ നിങ്ങൾ ധരിക്കേണ്ടത്? ശരിയാണ്, പിണറായി സംസാരിക്കുന്നു എന്ന് തന്നെ ധരിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനവും കിട്ടാത്തൊരു കളി CPM കളിച്ചാൽ ഇനി വരുന്ന ഒരു കൊല്ലം NCPക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല. പൊന്ന് തോമസ് സാറേ അല്ലെങ്കിൽ PC ചാക്കോ സാറേ എന്നേ നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിയിൽ നിങ്ങളോട് പറയാനുള്ളൂ. അതായത് CPM ആണ് ഇതിനകത്ത് വലിയേട്ടൻ. CPM ചെവിക്ക് പിടിച്ച് നുള്ളിയിട്ട് പറയും, ഇനി ഒരു കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങളെ മന്ത്രി വേണ്ട, ഞങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരാളെ മന്ത്രിയാക്കിക്കൊള്ളാം എന്ന് പറയും. അങ്ങനെ വന്നാൽ ശശീന്ദ്രൻ പറയുന്നതിൽ കാര്യമുണ്ട്, ശശീന്ദ്രൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിലും കാര്യമുണ്ട് എന്ന് തന്നെ രാഷ്ട്രീയ കേരളത്തിന് ധരിക്കേണ്ടി വരും. കാര്യം CPM ആണ് പാർട്ടി. CPM പാർട്ടിയാകുമ്പോൾ ഇന്നിപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട് ശശീന്ദ്രൻ നല്ല മന്ത്രിയാണെന്ന്. ശരിയാണ്, ശശീന്ദ്രൻ നല്ല മന്ത്രിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നു. പക്ഷെ നിങ്ങളിലൊരു മറ്റേ ഇരട്ടത്താപ്പുണ്ട്. കാര്യം ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്ന് പറയുമ്പോൾ തോമസ് കെ തോമസിന് മന്ത്രിയാക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പച്ചയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരത് പവാറിനോട്. അപ്പോൾ ഇതിലൂടെ ശശീന്ദ്രൻ രാജിവെക്കുകയും ചെയ്യും. എൻ്റെ പൊന്ന് PC ചാക്കോയെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ ഇവർ നിങ്ങളെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതെയും വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ശശീന്ദ്രൻ എന്ന രാഷ്ട്രീയത്തിൽ ഇത്രയും നന്നായി പിണറായിക്ക് ഒരു വേള ഒരല്പമെങ്കിലും ഇഷ്ടമുള്ളത് ശശീന്ദ്രന് രാഷ്ട്രീയം കളിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. തോമസ് കെ തോമസിന് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല, PC ചാക്കോയ്ക്കും രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഉള്ള സ്ഥാനം നഷ്ടപ്പെടുത്താതെ ആ ശശീന്ദ്രൻ ഇനി ഒരു കൊല്ലം കൂടെ അങ്ങ് ഇരുന്നാൽ അങ്ങനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഈ കേരള സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു വനം മന്ത്രി എന്ന രീതിയിൽ പേരിനൊരു മന്ത്രിസ്ഥാനം, ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് സംസാരിക്കാൻ ഒരു കഴിവ്, അതുകൊണ്ട് തങ്ങൾക്കൊരു തട്ടുകേട് ഉണ്ടാവില്ല, ഒരു മന്ത്രിയായിട്ട് വനം വകുപ്പിൽ അയാൾ അവിടെ ഇരുന്നോട്ടെ എന്ന് CPM കരുതുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഈ ബഹുമാനപ്പെട്ട PC ചാക്കോയും തോമസ് കെ തോമസും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തോമസ് കെ തോമസിന് ഒരു വേള മന്ത്രിസ്ഥാനം കിട്ടിയാലും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പറയുന്ന CPM-ന്റെ ഒരു സപ്പോർട്ടും താങ്കൾക്ക് ഈ ഭരണത്തിൽ ഒരു കൊല്ലത്തിൽ കിട്ടത്തുമില്ല. താങ്കൾ അജിത് പവാർ പക്ഷക്കാരനായിരുന്നാലും താങ്കൾ ഇനി ശരത് പവാർ പക്ഷക്കാരനായിരുന്നാലും CPM എന്ന് പറയുന്ന വലിയേട്ടൻ ഒരു വേള കാത്തിരിക്കുന്നു നിങ്ങളെയൊക്കെ ഇങ്ങനെ മന്ത്രിസ്ഥാനം പോലും തരാതെ പേരിനിപ്പോൾ 2 സീറ്റ് നിങ്ങളെ കൂടെ ഇരുത്തിയിരിക്കുന്നു, വേണമെങ്കിൽ ഇരുന്നോ എന്ന് പറയാൻ. നന്ദി, നമസ്കാരം.